ഒരു പൊതുപ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ സംഘടനകളുടെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന CR പരമേശ്വരൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കുവാനിടയായി. ആ കുറിപ്പിൽ കേരളത്തിന് അല്ലെങ്കിൽ മലയാളിക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാനാണ് ആ കുറിപ്പ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ചില കോർപ്പറേഷനുകളുണ്ട്. അവിടെ മേയറോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഒക്കെ ആകണമെങ്കിൽ ഏതെങ്കിലും കക്ഷികളുടെയോ സ്വതന്ത്രരുടെയോ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റൂ. ഇവിടെ കോൺഗ്രസ്സിന് കിട്ടാത്ത സ്ഥലങ്ങളിൽ അല്ലെ CPM കിട്ടാത്ത സ്ഥലങ്ങളിൽ ഒരു പുതിയ നീക്കം നടക്കുന്നുണ്ട്. കോൺഗ്രസും CPM കൂടെ യോജിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെ പാലക്കാട് അല്ലെ കോൺഗ്രസും CPM കൂടെ യോജിച്ചാൽ വേണമെങ്കിൽ BJPയെ അധികാരത്തിൽ വരുന്നത് തടയാം. രണ്ട് യുക്തിയുണ്ടെങ്കിലും, ഒന്ന് BJP വിരുദ്ധതയാണ് കോൺഗ്രസിൻ്റെയും CPM ആദ്യം പറയുന്ന വാക്ക് BJPയെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അവരുടെ നിലപാട് ശരിയാണ് താനും. മറിച്ച് ഒരു കാര്യം അവർ മറന്നു പോകുന്നു. കോൺഗ്രസിൻ്റെ ബദ്ധശത്രു അല്ലെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കുന്നവരിൽ BJPയുമായി കൂട്ടുകൂടി ചേർന്ന് പോലും ഇല്ലാതാക്കാൻ നോക്കുന്നവരിൽ, മോഡിയുമായി കൂട്ടുചേർന്ന് പോലും ഇല്ലാതാക്കാൻ നോക്കുന്നവരിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പാർട്ടി CPM ആണ്. അതിന് കഥകളോ ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട്. മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പാർട്ടിയാണ്. ദ്രോഹിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലത് പകയായിട്ട് മാറി. ആ പക വെറുപ്പായിട്ട് മാറി. ആ വെറുപ്പിൻ്റെ പ്രതിഫലനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇത്രയും വോട്ടോ ഇത്രയോ സീറ്റോ കിട്ടാൻ വേണ്ടി കോൺഗ്രസ്സുകാർ അത്ര കഠിനാധ്വാനം ചെയ്തു എന്നൊന്നും ആരും പറയണ്ട. ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. വേണമെങ്കിൽ പറയാം ടീം UDFൻ്റെ വിജയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഭംഗിവാക്ക് പറയാം. അങ്ങനെ ആയിരുന്നോ? അല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ ഒത്തിരിയുണ്ട്. ഇത് ഇത്രയും കാലത്ത് ഇവിടെ ഉണ്ടായ പല പല സംഭവങ്ങൾ, കേരളം ആളിക്കത്തേണ്ട സന്ദർഭങ്ങൾ, എന്തിന് സ്വന്തം പ്രവർത്തകൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുള്ള സ്ഥലത്ത് ഫലപ്രദമായി ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചോ കോൺഗ്രസ്സിന്? അഴിമതിക്കെതിരെ പറ്റിയോ? സ്വർണ്ണക്കള്ള ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഇനിയിപ്പോൾ തുടങ്ങുമായിരിക്കും. ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ അഴിമതിനെതിരായിട്ട് പറ്റി ആരാണ് സ്വർണ്ണക്കൊള്ള അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നത്? കോൺഗ്രസ് നേതാക്കളാണോ? എത്ര ആരോപണങ്ങൾ അങ്ങനെ? പൊതുപ്രവർത്തകർ അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളുടെ പ്രസ്താവന ഉണ്ടായാൽ ശബരിമല സ്വർണം പോയ വഴി അറിയില്ല, ഇനി ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്തേ അങ്ങനെ? ശിവകുമാർ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നടക്കുന്ന പ്രവർത്തികളെക്കുറിച്ചെങ്കിലും അറിയാം. ഇത് അറിയാനുള്ള മാർഗ്ഗം ഇവർക്കുണ്ടായിട്ടും കോൺഗ്രസ് ഇത് അറിഞ്ഞില്ല, അത് ഗൗരവപൂർവ്വം എടുത്തില്ല. ഇപ്പോഴാണ് രമേശ് ചെന്നിത്തല പറയുന്നത് 500 കോടിയുടെ കച്ചവടം സ്വർണം കേരളത്തിന് പുറത്തേക്ക് അല്ല ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 100 പ്രശ്നങ്ങളുള്ളപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ, ആരോഗ്യരംഗം തകർത്തതിൽ, ക്രമസമാധാനം തകർത്തതിൽ, റോഡുകളെല്ലാം കുളമാക്കിയതിന്, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ടായിരുന്നു, പ്രതിപക്ഷത്തിന് മുമ്പിലുണ്ടായിരുന്നു. അവർ ചെയ്തോ? അവർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ കാണേണ്ട വസ്തുത, ഇങ്ങനെ ചെയ്യാതിരുന്ന അവരുമായി തങ്ങളുടെ തല തല്ലിപ്പൊട്ടിക്കാൻ വന്ന CPMുമായിട്ടൊരു മേയർ സ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറിലേക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വൈസ് പ്രസിഡന്റിനോ വേണ്ടി ഒത്തുതീർപ്പുണ്ടാകാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുക എന്നുള്ള മുന്നറിയിപ്പാണ് CR പരമേശ്വരൻ നൽകുന്നത്. കാരണം ഇത്രയും ജനദ്രോഹകരമായൊരു ഗവൺമെൻറ്റിനെ ഇനി ഭാഗികമായിട്ടെങ്കിലും അധികാരത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് തൊടിയിക്കാൻ കോൺഗ്രസ് തയ്യാറായി. ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് കോൺഗ്രസിൻ്റെ അന്ത്യകൂദാശയുടെ തുടക്കം കൂടിയായിരിക്കും. ഇപ്പോൾ ജനങ്ങൾ കാണിച്ച വിശ്വാസം, തീർച്ചയായിട്ടും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാവുക. മേയർ ഉണ്ടായാലുണ്ടായി, പ്രസിഡന്റ് ഉണ്ടായാലുണ്ടായി, അല്ലാണ്ട് പഞ്ചായത്ത് ഭരണം അനാഥമാകുന്നതിൻ്റെ പേരിൽ കോൺഗ്രസിനാരും കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിൽ BJP ആ കുറ്റപ്പെടുത്തൽ BJPക്കും ബാധകമല്ലേ? എല്ലാ കക്ഷികൾക്കും ബാധകമല്ലേ? കോൺഗ്രസ് മാത്രമാണോ ഉത്തരവാദി? അപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകില്ല. കാരണം ജനങ്ങൾ നൽകിയ വോട്ട് ഭൂരിപക്ഷം കിട്ടിയെടുത്ത് തമ്മിത്തല്ല് കൂടാതെ ഉണ്ടാക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ മേയർ ജാതിയും മതവും നോക്കാതെ കൊള്ളാവുന്ന ആൾക്കാരെ മേയറാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഭാരവാഹിയാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അതിന് പകരം CPMുമായിട്ട് കൂട്ടുകൂടി ഇല്ലാത്ത സ്ഥലത്തൂടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്ത് ന്യായം ജനങ്ങളോട് പറയും? മറന്നുപോകരുത്,
നമ്മളെ രക്തസാക്ഷി, രാഷ്ട്രീയ രക്തസാക്ഷി എന്ന് വിളിക്കാമെങ്കിൽ ഒരു വിഭാഗം MLA ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര പേർ ഓർക്കുന്നൊന്നും അറിയത്തില്ല. 1965 ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും കുറേ MLA കിട്ടി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാതെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. MLA ആർക്കും MLA ആകാൻ പറ്റിയില്ല, പെൻഷൻ മേടിക്കാൻ പറ്റില്ല, ആനുകൂല്യങ്ങൾ മേടിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്നൊരു പ്രലോഭനം, ഒരു മുന്നണി ഉണ്ടാക്കി വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കേരള കോൺഗ്രസും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു ഭരണം ഉണ്ടാക്കാമായിരുന്നു, ഭരണകൂടം ഉണ്ടാക്കാമായിരുന്നു, അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റാമായിരുന്നു. പക്ഷേ അത്തരം ആനുകൂല്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചാൽ കുറേ കോൺഗ്രസ് MLA കുറേ കേരള കോൺഗ്രസ് MLA ഉള്ള നാടാണിത്. പിന്നീട് ഒരിക്കൽ പോലും MLA ആകാൻ പറ്റാത്തവരും ഉണ്ടാക്കൂട്ടത്തിൽ. എന്നാൽ പോലും തങ്ങളെ ജയിച്ചത് കേരള കോൺഗ്രസിനെതിരായുള്ള വോട്ടാണ് കോൺഗ്രസ് തന്നെ ജയിപ്പിച്ചത്. അതുപോലെ കോൺഗ്രസിനെതിരായിട്ടുള്ള വോട്ടാണ് കേരള കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചത് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവിഹിതമായൊരു സഖ്യം ഉണ്ടാക്കാൻ ഇവരാരും തയ്യാറായില്ല. ആ പാരമ്പര്യമുള്ള കേരളത്തിൽ ഇപ്പോൾ CPM കൂട്ടുകൂടാനാണ് ഇവർ തയ്യാറാകുന്നതെങ്കിൽ അതിൻ്റെ ഫലം കടുത്തതായിരിക്കും എന്നാലോചിക്കുക. കുറേ വ്യക്തിത്വമുള്ള, ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള കുറേ ആൾക്കാരെ കണ്ടെത്താനുള്ള മാർഗം കൂടിയാണിത്. സ്വതന്ത്രരെ കൂട്ടുപിടിക്കാൻ കുഴപ്പമില്ല. മറ്റ് ചെറിയ കക്ഷികൾ വല്ലതും ഉണ്ടെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികളിൽ നിന്ന് എങ്ങും ചേരാതെ നിൽക്കുന്ന പാർട്ടികളുണ്ട്, കൂട്ടുപിടിക്കാം. പക്ഷെ മറിച്ച് ഈ ഇടതുപക്ഷ മുന്നണിയുമായി അല്ലെ CPM കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനമെങ്കിലും മേടിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനോട് അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണി ലീഡർഷിപ്പിനോട് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അന്തസ്സായിട്ട് അടുത്ത ഏതാനും മാസം കൂടി മുമ്പോട്ട് പോയാൽ അടിയും വഴക്കും ഉണ്ടാക്കാതെ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളിൽ അന്തസ്സായിട്ട് ഭരിച്ച് അന്തസ്സായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി അന്തസ്സായി പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത് ഉണ്ടായാൽ ഉറപ്പായിട്ടും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ്. ഇപ്പോൾ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കും. കാരണം ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിയും. നിങ്ങൾ കേവലം അധികാരമോഹികൾ ആണെങ്കിൽ പോലും ആണ് എന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ അന്ത്യകൂദാശ എന്ന് പറഞ്ഞതുപോലെ ആ രംഗത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CR പരമേശ്വരൻ്റെ ആ വാക്കുകൾക്ക് 100% വില കൊടുത്തുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു.